വാക്സിൻ ഇവിടെ വന്നങ്ങള് വന്നിട്ടാ പോയി എപ്പോ അന്ന് വന്നുവെച്ചെങ്കിൽ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഇതിന് വഴി കാണിച്ചായിട്ട് ഇവിടെ വന്നിട്ട് സ്കൂൾ കുട്ടികൾ ഇപ്പൊ റിട്ടേൺ വരാറായി. പരിഹാരമാക്കാൻ നിങ്ങൾ പാലക്കാട് പോയി കുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? പരിഹാരമാക്കാൻ നിങ്ങൾ പാലക്കാട് പോയി ഇരുന്നിട്ട് കാര്യമുണ്ടോ? അത് പറഞ്ഞാട്ടി. ഇപ്പൊ സ്കൂള് കുട്ടികൾ ഇപ്പൊ വരാൻ നിൽക്കും. സ്കൂളിൽ ഇപ്പൊ ഉച്ചക്ക് വിടും. അപ്പൊ എന്താ നിങ്ങളിന്ന് വള്ളം കയറുന്ന മാസമാണല്ലോ, വർഷക്കാലമല്ലത്. അപ്പൊ നിങ്ങൾ ഇക്കൊല്ലം തുടങ്ങണ്ടല്ലത്. ഈ ഒരു 3 മാസം കൂടി ഒഴിവ് ആക്കിയാൽ മതിയായിരുന്നില്ലേ? അല്ലെങ്കിൽ ലീവ് കുട്ടികൾക്ക് കൊടുക്കണ്ടെന്നില്ല. ഇങ്ങനെ വള്ളമാണ് പറഞ്ഞിട്ട് നിങ്ങൾ അന്ന് മുൻകൂർ ഇന്നലെ മഴ പെയ്തൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? ഇന്നലെ മഴ പെയ്തൊക്കെ നിങ്ങൾക്ക് അറിയണല്ലേ? ഇവിടെ വള്ളം കെട്ടി നിൽക്കുന്നൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? അല്ലാത്തല്ലോ. ഇതിന്റെ മുമ്പിപ്പത് വള്ളം കെട്ടി നിന്നിട്ടല്ലേ ഇപ്പൊ തന്നെ മുമ്പ് പൈപ്പിട്ടത്. അല്ലെങ്കിൽ അല്ലാന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇന്നലെ മഴ പെയ്ത് നിങ്ങൾക്ക് അറിയണല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താ നിങ്ങൾ മുൻകൂർ ചെയ്യാറുന്നത്? എന്താ കുട്ടികൾക്ക് ഈ സ്കൂൾ കുട്ടികളൊക്കെ ഇപ്പൊ റിട്ടേൺ വരണമെങ്കിൽ എന്താ ചെയ്യാ? അതിന് മറുപടി പറഞ്ഞാട്ടി. സ്കൂൾ ഇപ്പൊ വിടും. റിട്ടേൺ കുട്ടികൾക്ക് ഇപ്പൊ പൈസ പരിഹാരം ആക്കിക്കാട്ടി. ഇതാ വള്ളത്തെ കുറെ ആക്കിക്കാട്ടി പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആംബുലൻസ് ഒക്കെ മടങ്ങിപ്പോയിക്കണു. അതിനൊരു വഴി കാണിച്ചു സാറിന്. അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്റൈസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീഡിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിലുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ.